ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് പൈത്തൺ യൂസ് ചെയ്തിട്ട് കറണ്ട് ജോബ് ട്രെൻഡുകളെ കുറിച്ചിട്ട് ഒരു ഡാറ്റ അനാലിസിസ് പ്രൊജക്റ്റ് ചെയ്ത് നോക്കാം. ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ട് നമ്മൾ 4 സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫൈൻ ദ പ്രോബ്ലം, നെക്സ്റ്റ് ഡാറ്റ കളക്ഷൻ, മൂന്നാമത്തെ ഡാറ്റ ക്ലീനിങ് ആൻഡ് പ്രീ പ്രോസസ്സിംഗ്, ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് ഡാറ്റ അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈൻ ദ പ്രോബ്ലം എന്നതാണ്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ധാരണ, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, റെലവൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2025 നമ്മൾ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ജോലികൾ എന്തൊക്കെയാണ്, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് സ്കില്ലപ്പ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സ് പഠിച്ചാലാണ് നമുക്ക് കൂടുതലായിട്ട് ജോലിക്കൊക്കെ സാധ്യതയുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ കളക്ഷൻ ആണ്. ഡാറ്റ അനാലിസിസിൻ്റെ ഏതൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. കാരണം കറക്റ്റ് ആയിട്ടുള്ളൊരു ഡാറ്റ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ അതിന് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ റെലവൻ്റ് ആയിട്ടുള്ള സോഴ്സുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ ഈ ഒരു ഡാറ്റ എന്ന് പറയുന്നത് പല ടൈപ്പ് ഫോർമാറ്റിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ചിലപ്പോൾ APIs ആയിരിക്കും കിട്ടുന്നുണ്ടാവുക, പല ടൈപ്പ് ഫയലുകളായിരിക്കും കിട്ടുന്നുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ വെബ്സൈറ്റുകളിൽ പോയിട്ട് വെബ് സ്ക്രാപ്പിംഗ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൽ കറണ്ട് ജോബ് ട്രെൻഡുകളെ കുറിച്ചിട്ടാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനുള്ള ഡാറ്റ എന്ന് പറയുന്നത് CSV ഫയലായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് സ്ക്രീനിൽ നോക്കാം. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ കളക്ഷനാണ്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള കളക്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് എടുക്കുകയാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സൈറ്റിൽ പ്രൊജക്റ്റുകൾ ചെയ്യാനുള്ള ഡാറ്റകൾ ഫ്രീലി അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഡാറ്റ സെറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഏത് ഡാറ്റ സെറ്റാണോ വേണ്ടത് അത് സെർച്ച് ചെയ്യാം. ജോബ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കാം. ജോബ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ സെറ്റുകൾ കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡാറ്റ സയൻസ് ജോബ്സ് ആണ്, ഡാറ്റ സയൻറ്റിസ്റ്റ് ജോബ്സ്. അപ്പോൾ ഈ ഒരു ഡാറ്റ സെറ്റ് നോക്കുക, ഇന്ത്യ ജോബ് മാർക്കറ്റ് ഡാറ്റ സെറ്റ് എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതെടുക്കാം നമുക്ക്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഫീൽഡുകളൊക്കെ നോക്കാം. അപ്പോൾ ഇതിൽ ജോബ് ID, ടൈറ്റിൽ, കമ്പനിയുടെ നെയിം, ലൊക്കേഷൻസ് വന്നിട്ടുണ്ട്. ജോബ് ടൈപ്പ്, സാലറി റേഞ്ച് എന്നും പറഞ്ഞു വന്നിട്ടുണ്ട്. എന്താ എക്സ്പീരിയൻസ്, പോസ്റ്റ് ചെയ്തേക്കുന്ന ഡേറ്റ്, അപ്ലിക്കേഷൻ ഡെഡ് ലൈന്, ജോബ് പോർട്ടൽ, ഏത് ജോബ് പോർട്ടലിൽ നിന്നുള്ള ഇൻഫോർമേഷനാണ് ഇതൊക്കെയെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡാറ്റ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കറണ്ട് ജോബ് ട്രെൻഡ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇതിലത്തെ ഇയേഴ്സ് ഒക്കെ കണ്ട പോസ്റ്റ് ചെയ്തതും ഡെഡ് ലൈനൊക്കെ 2025, 2024 ഒക്കെ ആയിട്ടുള്ളതാണ്. 2025 ജോബുകൾ നൗക്കറിയിൽ, ഇൻഡീഡ്, ലിങ്ക്ഡിനിലൊക്കെ വന്നിട്ടുള്ള ജോബ്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള നല്ല ഡാറ്റ സെറ്റ് തന്നെയാണ് ഇത്. അപ്പോൾ ഇതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു CSV ഫയലായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡാറ്റകൾ കാണാം. അപ്പോൾ ഇതിൽ തന്നെ മെയിനായിട്ട് കമ്പനിയുടെ പേരുകൾ, ജോബ് ടൈറ്റിൽ, ജോബ് ലൊക്കേഷൻസ്, പല ജോബ് ടൈപ്പുകൾ, എക്സ്പീരിയൻസ്, സാലറി റേഞ്ച്, പോസ്റ്റ് ചെയ്തത്, അപ്ലിക്കേഷൻ റേഞ്ച്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഉള്ളിൽ സ്കിൽസ് എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കറണ്ട് ട്രെൻഡ് ജോബ്സ് വരാമെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഡാറ്റ സെറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ ക്ലീനിങ് ആൻഡ് പ്രീ പ്രോസസ്സിംഗ് ആണ്. അതായത് നമുക്ക് കിട്ടിയ ഡാറ്റ എപ്പോഴും ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലായിരിക്കില്ല. അതായത് ആ കിട്ടിയ വാല്യൂസിൽ കുറേ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടായിരിക്കും, കുറേ ഡാറ്റ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫയലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇതിൽ നിന്നുള്ളൊരു ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കില്ല. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഡാറ്റയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെയുള്ള മിസ്സിംഗ് വാല്യൂസിന്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനൊക്കെ ഒഴിവാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡാറ്റ ക്ലീനിങ് ആൻഡ് പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതൊരു ഡാറ്റ അനാലിസിസിൻ്റെയോ അല്ലെങ്കിൽ ഡാറ്റ വിഷ്വലൈസേഷൻ്റെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ 3 ലൈബ്രറീസ് നിർബന്ധമായിട്ട് ഇമ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാണ്ടാസ്, മാറ്റ്പ്ലോട്ലിപ്പ്, സീബോൺ എന്നിങ്ങനെയുള്ള ലൈബ്രറീസ് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്ത് അത് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ ഡാറ്റാ സെറ്റിനെ ഇതിലേക്ക് ലോഡ് ചെയ്യിക്കാം. ഞാൻ ഏത് ഡാറ്റാ സെറ്റാണോ എടുക്കുന്നത് അത് എൻ്റെ ഫോൾഡറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ജോബ് മാർക്കറ്റിൻ്റെ ഡാറ്റാ സെറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഡാറ്റാ സെറ്റിനെയാണ് ഞാനിവിടെ ലോഡ് ചെയ്യിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് DF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് ലോഡ് ചെയ്യിക്കാം. DF = PD ഡോട്ട് റീഡ് CSV എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മുടെ ഡാറ്റാ സെറ്റിൻ്റെ പേര് കൊടുക്കാം. ഡാറ്റാ സെറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് ഇന്ത്യൻ ജോബ് മാർക്കറ്റ് ഡാറ്റാ സെറ്റാണ്. .CSV എന്ന് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് DFനെ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രിൻ്റ് DF.head എന്നും പറഞ്ഞിട്ട് ആദ്യത്തെ 10 റോകൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 10 റോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡാറ്റാ സെറ്റ് ഇവിടെ ലോഡായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ ക്ലീനിങ് ആൻഡ് പ്രീ പ്രോസസ്സിംഗ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഉള്ള ഡാറ്റാ സെറ്റിൽ ഒരുപാട് മിസ്സിംഗ് വാല്യൂസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഗ്രാഫൊക്കെ വരയ്ക്കാൻ പറ്റുള്ളൂ. ഈ മിസ്സിംഗ് ആയിട്ടുള്ള വാല്യൂസ്, ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാല്യൂസിനൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ DF.isNull എന്നും പറഞ്ഞു കൊടുത്താൽ മതി. isNull എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് മിസ്സിംഗ് ആയിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ജോബ് ടൈറ്റിൽ, കമ്പനി നെയിം, ഇതൊക്കെ കുറേ വാല്യൂസ് ഇവിടെ മിസ്സിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് അങ്ങനെ മിസ്സായിട്ടുള്ളത് അതിനെയൊക്കെ നമുക്ക് കളഞ്ഞാൽ മാത്രമാണല്ലേ കറക്റ്റായിട്ടുള്ള ഗ്രാഫ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള വാല്യൂസിനെയൊക്കെ കളയാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്ന DF.dropna എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് കൊടുത്തു. അപ്പോൾ ഡ്രോപ്ന എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇങ്ങനെ മിസ്സിംഗ് ആയിട്ടുള്ള വാല്യൂസിനൊക്കെ കളയാനാണ്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോപ്പ് ആയിട്ടുള്ള വാല്യൂസ്, മിസ്സിംഗ് ആയിട്ടുള്ള വാല്യൂസൊക്കെ പോയിട്ട് DFൽ അത്യാവശ്യം നല്ലൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെ വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്യിക്കാൻ നമുക്ക് പ്രിൻ്റ് DF.head എന്നും പറഞ്ഞ് ആദ്യത്തെ ഒരു 10 റോ പ്രിൻ്റ് ചെയ്യിക്കാം. ഇതിൽ 9 റോയാണ് കേട്ടോ വന്നിട്ടുള്ളൂ. ഒന്നാമത്തെ റോ എന്ന് പറയുന്നത് ആ ഒരു ടൈറ്റിലാണ്, ടൈറ്റിലായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു 9 ഡാറ്റകൾ അത്യാവശ്യം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഡാറ്റാ സെറ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡാറ്റാ സെറ്റിലത്തെ മിസ്സിംഗ് വാല്യൂസ് ഒക്കെ പോയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡാറ്റയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഡാറ്റ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഡാറ്റേനെ അനലൈസ് ചെയ്യാം, അതുപോലെ തന്നെ അതിനെ വിഷ്വലൈസ് ചെയ്യാം. ഇത് Seaborn, Matplotlib തുടങ്ങിയിട്ടുള്ള പൈത്തൻ്റെ ലൈബ്രറീസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. ഇവിടെ നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് പിന്നെ ഒരു 3-4 പ്ലോട്ടുകളായിട്ടാണ് വിഷ്വലൈസ് ചെയ്യുന്നത്. ഞാൻ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു 10 ജോലികൾ ഏതൊക്കെയാണെന്നാണ് വിഷ്വലൈസ് ചെയ്യാൻ പോകുന്നത്. 2025 ഏറ്റവും കൂടുതൽ സ്കില്ലപ്പ് ചെയ്യേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. ദെൻ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ആയിട്ടുള്ള ജോബ് വാക്കൻസികളെ കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് ജോബുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടോപ്പ് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് അതിൻ്റെ ഒരു കൗണ്ടും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഡാറ്റാ സെറ്റിൽ നിന്ന് ജോബ് ടൈറ്റിലാണ് എടുക്കേണ്ടത്. ജോബ് ടൈറ്റിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ജോബ് ടൈറ്റിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ട് ആ പൊസിഷനാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ജോബ് ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ ലോഡ് ചെയ്യിക്കാം. അപ്പോൾ ഈ ഒരു ഹെഡിങ്ങിൻ്റെ അതേപോലെ തന്നെ അടിച്ചു കൊടുക്കണം കേട്ടോ, ജോബ് ടൈറ്റിൽ നിന്ന്. ഇല്ലയെന്നുണ്ടെങ്കിൽ കിട്ടില്ല. അപ്പോൾ ഇവിടെ ജോബ് സ്പേസ് ടൈറ്റിൽ, എന്നിട്ട് ഡോട്ട് വാല്യൂ കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് കൊടുക്കാം. അതായത് എത്ര ജോബ്സ് ഉണ്ട്, ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ എത്ര ജോബ്സ് ഉണ്ട് അതിൻ്റെ കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മൊത്തത്തിൽ അങ്ങനെ എത്ര കൗണ്ട് ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാല്യൂ കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതേ ഡോട്ട് ഹെഡ് ഓഫ് 10 എന്ന് കൊടുത്ത ഫസ്റ്റ് 10 പൊസിഷനിൽ ഏറ്റവും കൂടുതൽ കൗണ്ടുള്ള 10 ഡാറ്റകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ പ്രിൻ്റ് ടോപ്പ് ജോബ്സ് എന്ന് പറഞ്ഞു കൊടുക്കാം, കണ്ണേക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ കൗണ്ട് വന്നിട്ടുള്ള ജോലികൾ 10 എണ്ണമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഹെഡിൽ 5 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പായിട്ട് വരുന്ന ഒരു 5 ജോലികൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വേക്കൻസീസ് ആണ് കാണുന്നത്. ഇത്രയധികം കൗണ്ടിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഹെഡിൽ ടോപ്പ് 10 ജോലികളെ കൊടുക്കാം. ബാർ ചാർട്ടാണ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ SNS ഡോട്ട് ബാർ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ എക്സിൽ എന്താ വരേണ്ടത്, വൈയിൽ എന്താ വരേണ്ടത് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എക്സ് = ടോപ്പ് ജോബ്സിൻ്റെ വാല്യൂസ് ആണ് വരുന്നത്. അപ്പോൾ ടോപ്പ് ജോബ്സ് ഡോട്ട്
വാല്യൂ എന്ന് കൊടുത്താൽ മതി, വാല്യൂസ് കൗണ്ട് എന്ന് കൊടുത്താൽ മതി. അതായത് ആ ടോപ്പായിട്ടുള്ള ജോലികളുടെ കൗണ്ടുകളാണ് ചോദിക്കുന്നത്, അതായത് എത്ര നമ്പർ ഓഫ് ടൈംസ് അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നാണ് ആ വാല്യൂ കൗണ്ട്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഫംഗ്ഷനാണ് കേട്ടോ. ഇനി ബാർ പ്ലോട്ട് വരയ്ക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ എക്സ് ഈക്വൽ ടു എന്താണ്, വൈ ഈക്വൽ ടു എന്താണെന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ എക്സിൽ വരാൻ പോകുന്നത് ആ ജോബ് ടൈറ്റിൽ എത്ര നമ്പർ ഓഫ് ടൈംസ് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടോപ്പ് ജോബ്സ് ഡോട്ട് വാല്യൂസ് എന്ന് കൊടുക്കാം, അതാണ് എക്സിൽ വരേണ്ടത്. ഇനി നമുക്ക് വൈ കൊടുക്കാം, കോമ ഇട്ടിട്ട് വൈ ഈക്വൽ ടു ടോപ്പ് ജോബ്സ് ഡോട്ട് ഇൻഡെക്സ്, അതായത് ആ പൊസിഷൻ എന്താണ് അതിൻ്റെ ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ടൈറ്റിൽ കൊടുക്കാം, ലേബൽ എന്ത് വരണം എന്ന് കൊടുക്കാം. നെക്സ്റ്റ് PLT ഡോട്ട് ടൈറ്റിൽ എന്നുള്ള ഫംഗ്ഷൻ വിളിക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിൽ ടൈപ്പ് എഴുതാം. അപ്പോൾ ടോപ്പ് ട്രെൻഡിങ് ജോബാണല്ലേ അത് നോക്കുന്നത്. അപ്പോൾ ടോപ്പ് 10 ട്രെൻഡിങ് ജോബ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടൈറ്റിൽ എഴുതി. ഇനി എക്സിൻ്റെ ലേബൽ എന്താ എഴുതണമെന്ന് നോക്കണം. അപ്പോൾ PLT ഡോട്ട് എക്സ് ലേബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ വിളിക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമ്പർ ഓഫ് ലിസ്റ്റിംഗ്, അതായത് നമ്പർ ഓഫ് ഒക്കറൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്പർ ഓഫ് ലിസ്റ്റിംഗ് എന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൈയുടെ PLT ഡോട്ട് വൈ ലേബൽ, ഇതിൻ്റെ ഉള്ളിൽ ജോബ് ടൈറ്റിലാണ് നമ്മൾ വൈയിൽ കൊടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ജോബ് ടൈറ്റിലിന് നമുക്ക് കൊടുക്കാം. ഇനി PLT ഷോ ചെയ്യാനായിട്ട് PLT ഡോട്ട് ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ കൊടുക്കാം. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ടോപ്പ് 10 ട്രെൻഡിങ് ജോബ്സ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് വന്നിരിക്കുന്നത് ജോബ് പൊസിഷനാണ്, പിന്നെ നമ്പർ ഓഫ് ലിസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പ് കിടക്കുന്നത് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഡാറ്റാ സെറ്റ് അനുസരിച്ചിട്ടുള്ള ഒരു ഡാറ്റയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് കോഡ് വെച്ചൊന്ന് നോക്കാം. ഇനി ഓക്കെ, ഇവിടെ ഉണ്ടോ എക്സിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ടോപ്പ് ജോലീസിന്റെ വാല്യൂസ് ആണ് ഉദ്ദേശിക്കുന്നത്, ജോലികളുടെ നമ്പർ ഓഫ് ടൈംസ് എത്ര റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ 2000-ലും 1750-ലധികം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ജോലികളാണിത്. പിന്നെ വൈലാണെന്നുണ്ടെങ്കിൽ ടോപ്പ് പൊസിഷൻസിൽ വന്നിരിക്കുന്ന ജോലികൾ, അപ്പോൾ ഇവിടെ അതും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതനുസരിച്ച് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള ടോപ്പ് 10 ആയിട്ടുള്ള ട്രെൻഡിങ് ജോബ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് പ്ലോട്ടിൽ നമുക്ക് സ്കില്ല് ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ള ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ടോപ്പ് ജോലികളുടെ ടൈറ്റിൽ എടുക്കുക. അപ്പോൾ ടോപ്പ് ടൈറ്റിൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമ്മളിവിടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ടോപ്പ് ജോലികൾ ഏതൊക്കെയാണ്, അത് ഡോട്ട് ഇൻഡെക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലികളുടെ പേരുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് പ്രിന്റ് ടോപ്പ് ജോബ്സ് ടൈറ്റിൽ ഉണ്ട്. അപ്പോൾ അത് ഇൻഡെക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ജോലികൾ ഏതൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ടോപ്പ് 10 നിൽക്കണ 10 ജോലികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ജോലികളെ സംബന്ധിച്ച് ഏതൊക്കെ സ്കില്ലാണ് വേണ്ടതെന്ന് അറിയണമല്ലേ. അപ്പോൾ ഈ ജോലികൾക്ക് വേണ്ട സ്കില്ല് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡാറ്റ സെറ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് കോഡ് എഴുതുന്നത്. അപ്പോൾ അതിന് DF ടോപ്പ് ജോബ്സ് എന്ന് കൊടുക്കാം. DF ഓഫ് ജോബ് ടൈറ്റിൽ എടുക്കാം. DF ഓഫ് ജോബ് ടൈറ്റിൽ എടുത്തു. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോബ് ടൈറ്റിൽ വെച്ചിട്ട് ഡാറ്റ ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോട്ട് ഈസ് ഇൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഈസ് ഇൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ടോപ്പ് ജോബ് ടൈറ്റിൽ എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ജോബ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡാറ്റ സെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ട് ടോപ്പ് ജോബ് ടൈറ്റിൽ എന്നുള്ള എല്ലാ റെക്കോർഡ്സും നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കും. നമുക്കത് പ്രിന്റ് ചെയ്ത് നോക്കാം കേട്ടോ. പ്രിന്റ് DF ടോപ്പ് ജോബ്സ് എന്നും പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് ആ ജോലികൾക്ക് വേണ്ട ഇനി നമുക്ക് ഇതിൽ നിന്ന് ഏറ്റവും ടോപ്പ് സ്കില്ല് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ടോപ്പ് സ്കില്ല് എന്ന് കൊടുക്കുകയാണ്. ടോപ്പ് നമ്മുടെ ജോബിൻ്റെ ഡാറ്റ എടുക്കുക. DF ടോപ്പ് ജോബ്സ് എന്നും പറഞ്ഞെടുത്തു. അതിൻ്റെ ഉള്ളിൽ എന്താണ് വേണ്ടത്, സ്കിൽ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള കോളാണ് വേണ്ടത്. അപ്പോൾ അത് കൊടുത്തു. ഇതുപോലെ തന്നെ കൊടുക്കണം, സ്കിൽ റിക്വയർഡ് എന്ന് പറഞ്ഞത്. സ്കിൽ റിക്വയർഡ് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ കൗണ്ട് എടുക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോട്ട് വാല്യൂ കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ എടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ടോപ്പ് ഹെഡിൽ നിൽക്കുന്ന ഒരു 10 സ്കില്ലിനെ പ്രിന്റ് ചെയ്യിക്കാൻ പോവാണ്. സ്കില്ല് കാണാനായിട്ട് ഡോട്ട് ഇൻഡെക്സ് എന്നുള്ളത് കൊടുക്കുകയാണ്. നമുക്കതിനെ പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ്
ടോപ്പ് സ്കിൽസ്. അപ്പോൾ നമുക്ക് ആ കൗണ്ട് കിട്ടി. അതിൻ്റെ ഫസ്റ്റ് ഹെഡിൽ 10 ടോപ്പായിട്ട് നിൽക്കുന്ന സ്കിൽ ഏതൊക്കെയാണെന്നൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇവിടെ പ്രിൻ്റ് ടോപ്പ് സ്കിൽസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടോപ്പ് സ്കില്ലിൽ വന്നിരിക്കുന്ന ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് സ്കില്ല് റിക്വയർ ആയിട്ട് വന്നേക്കുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് വേക്കൻസീസും മെൻഷൻസും ആണ് കണ്ടിരിക്കുന്നത്. ഇനി നമുക്കതിനെ ഒരു അറയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഡോട്ട് ഇൻഡെക്സ് എന്നും പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ലിസ്റ്റിൻ്റെ രൂപത്തിൽ ഏതൊക്കെ സ്കില്ലാണ് ഇപ്പോൾ റിക്വയർഡ് ആയിട്ടുള്ളതെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ബാർ ചാർട്ട് പ്ലോട്ട് ചെയ്യാം അല്ലേ. അതിന് വേണ്ടിയിട്ട് SNS ഡോട്ട് കൗണ്ട് പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് എടുക്കാം. അപ്പോൾ കൗണ്ട് പ്ലോട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതാണോ ഡയറക്ഷൻ ഒരെണ്ണം കൊടുത്താൽ മതി. ഇപ്പോൾ Y ആണോ X ആണെങ്കിൽ അത് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ളത് കൗണ്ട് ചെയ്ത് വന്നോളും എത്ര വട്ടം നമ്പർ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ Y ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ Y = DF ടോപ്പ് ജോബ്സ് എടുക്കാം. അതിലെന്താണ് വേണ്ടത്? സ്കിൽ റിക്വയർഡ് ആണ് വേണ്ടത്. അപ്പോൾ സ്കിൽ റിക്വയർഡ് കൊടുത്തു. എന്നിട്ട് അത് എന്തിൻ്റെ ഓർഡറിലാന്ന് പറയും. അപ്പോൾ ഓർഡർ = ടോപ്പ് സ്കിൽസ് എന്ന് പറഞ്ഞു കൊടുത്തു. സ്കില്ലിൻ്റെ ഓർഡറിലാണ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കില്ലായിരിക്കും Y ഡയറക്ഷനിൽ വരിക. അതിൻ്റെ നമ്പർ ഓഫ് ഒക്കറൻസ് ഓട്ടോമാറ്റിക്കായിട്ട് Xൽ വന്നോളും. നമുക്ക് ടൈറ്റിൽ കൊടുക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് PLT ഡോട്ട് ടൈറ്റിൽ എന്നുള്ളത് എഴുതാം. ടൈറ്റിൽ എന്താണ്? ടോപ്പ് സ്കിൽസ് ആണല്ലേ. അപ്പോൾ ടോപ്പ് സ്കിൽസ് എമോങ് ട്രെൻഡിങ് ജോബ്സ്. ഇനി X ലേബലിൽ എന്ത് കൊടുക്കണം? നമ്മൾ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് PLT ഡോട്ട് X ലേബൽ കൊടുക്കാം. X ലേബലിൻ്റെ ഉള്ളിൽ നമ്പർ ഓഫ് മെൻഷൻ X നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് എത്ര വട്ടം ഫ്രീക്വൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മെൻഷൻ എത്ര വട്ടം അത് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് PLT ഡോട്ട് Y ലേബൽ ഇതിൻ്റെ ഉള്ളിൽ സ്കിൽസ് എന്നും പറഞ്ഞു കൊടുക്കാം. ഇനി ഇതിനെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കണം? PLT ഡോട്ട് ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടോപ്പ് സ്കില്ലുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇതിൽ റിയാക്ട്, SQL, ജാവയൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ പൈത്തൺ ഉണ്ട്, CPP ഉണ്ട്, Excel ഉണ്ട്. അങ്ങനെ ഇപ്പോൾ റിക്വയർ ആയിട്ടുള്ള പല പല സ്കിൽസാണ് ഇവിടെ കിടക്കുന്നത്. അത് എത്ര വട്ടം മെൻഷൻ ചെയ്തു എന്നാണ് താഴെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മെൻഷൻസ് നടന്നിരിക്കുന്ന ഏതൊക്കെയാ ഭാഗങ്ങൾ എന്ന് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടോപ്പ് സ്കിൽസിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കാനായിട്ട് പറ്റും. നമ്മുടെ അടുത്ത ഗ്രാഫ് എന്ന് പറഞ്ഞത് ടൈമിനനുസരിച്ചുള്ള ഒരു ജോബിൻ്റെ ട്രെൻഡുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ലൈൻ പ്ലോട്ടാണ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രെൻഡ്സ് ഓവർ ടൈം എന്ന് പറഞ്ഞ ഗ്രാഫാണ് പ്ലോട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ജോബൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ടൈം എപ്പോഴാണ്, ആ ടൈമിനനുസരിച്ച് ഇപ്പോൾ 2024 തൊട്ട് 2025 വരെയുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ജോബിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം, ജോബ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ടൈം ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നമ്മുടെ ഡാറ്റാ സെറ്റിൽ ജോബ് പോസ്റ്റഡ് ഡേറ്റ് ഉണ്ട്. ഈ പോസ്റ്റഡ് ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ ട്രെൻഡ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് പ്രിന്റ് ചെയ്തെടുക്കാം. DF ഓഫ് പോസ്റ്റഡ് ഡേറ്റ് എന്നാണ് ടൈറ്റിൽ വരുന്നത്. അപ്പോൾ DFൽ പോസ്റ്റഡ് ഡേറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ജോബുകൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ടൈമുകൾ വന്നിട്ടുണ്ട്, ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ കിടക്കുന്ന ഡാറ്റ ടൈപ്പ് നോക്കിയാൽ ഡാറ്റ ടൈപ്പ് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ഡാറ്റ ടൈപ്പിൽ കിടക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡേറ്റ് ഡാറ്റ ടൈപ്പിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ DFൽ ഇവിടെ PDയിൽ തന്നെ ഡേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻബിൽഡ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പോസ്റ്റഡ് ഡേറ്റിനൊന്ന് ഡേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് DF ഓഫ് പോസ്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കത് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് ആക്കാം. അതിന് വേണ്ടിയിട്ട് PD2 എന്ന് പറഞ്ഞിട്ട് ടു ഡേറ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് DF ഓഫ് പോസ്റ്റഡ് ഡേറ്റിനെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അത് ഡേറ്റ് ഫോർമാറ്റിലേക്ക് ആയിട്ടുണ്ടാവും. വേണമെങ്കിൽ നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് DF ഓഫ് പോസ്റ്റഡ് ഡേറ്റ് കണ്ടോ. അപ്പോൾ ഡേറ്റ് ടൈമിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡാറ്റ ടൈപ്പിലേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഇതിൽ ജോബ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അതിൽ നിന്ന് ഇയർ കണ്ടുപിടിക്കണം. എന്നാലാണ് ഇയറിൽ ജോബിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ DF ഓഫ് ഇയർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇയർ = നമ്മുടെ പോസ്റ്റഡ് ഡേറ്റിൽ നിന്ന് ഇയറിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ്. DF പോസ്റ്റഡ് ഡേറ്റിനെ എടുക്കുക, ഡോട്ട് ഇട്ടിട്ട് DT ഡോട്ട് ഇയർ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി.
അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇയറിന് സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇയറിനൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പോൾ ഇയർ മാത്രമായിട്ട് കിട്ടി. അപ്പോൾ 2024 2025 വന്നിരിക്കുന്ന പോസ്റ്റ് ചെയ്തിട്ടുള്ള ജോബിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇനി എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അതൊരു വേരിയബിൾ ആക്കി കൊടുക്കാം. ടോപ്പ് ബൈ ഇയർ df ഡോട്ട്, ഇവിടെ ഗ്രൂപ്പ് ആക്കാം. നമുക്ക് ഗ്രൂപ്പ്ഡ് ബൈ എന്നുള്ള ഒരു ഫംഗ്ഷൻ കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ആരിനെയൊക്കെ ഗ്രൂപ്പ് ആക്കണ്ടേന്ന് എഴുതി കൊടുക്കുക. ഇയർ കോമ ജോബ് ടൈറ്റിലാണ്. ഗ്രൂപ്പ് ആക്കിയതിന് ശേഷം അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനും കൂടി കൊടുക്കണം നമ്മളതിൽ. അപ്പോൾ നമുക്ക് ഗ്രൂപ്പായിട്ട് ഇയറിൻ്റെയും ജോബ് ടൈറ്റിലും കിട്ടിയിട്ടുണ്ടാവും. ഇനി അത് ഒരുപാട് റോസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ കൊടുക്കണം. അതായത് ടോട്ടൽ നമ്പർ ഓഫ് റോയുടെ ഒരു കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ ഡോട്ട് ഇത് റീഇൻഡെക്സ് ചെയ്യണമല്ലോ, റീസെറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇൻഡെക്സ് നമ്പർ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, റീസെറ്റ് ഇൻഡെക്സ് കൊടുത്തു. ഇനി നമുക്ക് ഇതിനൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ടോപ്പ് ജോബ്സ് ബൈ ഇയർ. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഇയർലി എന്തൊക്കെ ജോബ്സ് ഉണ്ടെന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൗണ്ടാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2024 ബിസിനസ് അനലിസ്റ്റിന് വന്നിട്ടുള്ള കൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കൗണ്ടും ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ റീസെറ്റിൻ്റെ അവിടെ നെയിം ഈക്വൽ ടു കൗണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി ഒന്ന് പ്രിന്റ് ചെയ്യിക്കാം. അപ്പോൾ നമുക്ക് കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെഡിങ്ങും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഡാറ്റയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇയർലി വന്നിട്ടുള്ള ജോബ് ടൈറ്റിൻ്റെ കൗണ്ടായിട്ടുള്ള ഈ ഒരു ഡാറ്റ മതി നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഡാറ്റേനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈൻ ഗ്രാഫാണ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് SNS എടുക്കാം. SNS ഡോട്ട് ലൈൻ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ ഡാറ്റ കൊടുക്കണമല്ലോ. അപ്പോൾ ഡാറ്റ ഈക്വൽ ടു ഏതാണ് കൊടുക്കേണ്ടത്, ഏത് ഡാറ്റയാണ്, ഏത് ഡാറ്റ തന്നെയാണ് അടിസ്ഥാനമാക്കിയിട്ട് ഗ്രാഫ് വരയ്ക്കേണ്ട ആ ഡാറ്റയുടെ പേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാറ്റ ടോപ്പ് ജോബ്സ് ബൈ ഇയർ എന്ന് പറയുന്നത്. അത് നമുക്ക് ഡാറ്റയായിട്ട് കൊടുക്കാം. ടോപ്പ് ജോബ്സ് ബൈ ഇയർ കോമിറ്റഡ് x ഈക്വൽ ടു ഇയർ എന്ന് പറഞ്ഞു കൊടുക്കാം. ദെൻ y ഈക്വൽ ടു കൗണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി ഹ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. നമുക്ക് ജോബ് ടൈറ്റിൽ വെച്ച് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഹ്യൂ എന്ന് പറഞ്ഞത് കൊടുക്കുന്നത്. നമുക്ക് ഗ്രാഫ് വരുമ്പോൾ അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ജോബ് ടൈറ്റിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്രാഫിനൊരു ടൈറ്റിൽ വേണം അല്ലേ. ടൈറ്റിൽ കൊടുക്കാനായിട്ട് PLT ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ വിളിക്കാം. ജോബ്സ് പോസ്റ്റിംഗ് ബൈ ഇയേഴ്സ് ആൻഡ് ജോബ് ടൈറ്റിലാണ് കൊടുക്കേണ്ടത്. ഇനി എക്സിൽ എന്ത് വരണമെന്ന് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് PLT ഡോട്ട് എക്സ് ലേബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് എടുക്കാം. എക്സ് ലേബലിൽ എന്താണ് കൊടുക്കേണ്ടത്, ഇയർ കൊടുക്കാം നമുക്ക്. ഇനി വൈയിൽ എന്ത് കൊടുക്കണം എന്ന് പറയണം. അപ്പോൾ PLT ഡോട്ട് വൈ ലേബൽ. വൈയിൽ എന്താണ് കൊടുക്കണത്, നമ്പർ ഓഫ് പോസ്റ്റിംഗ് ആണ്. ഇനി ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കണം, PLT ഡോട്ട് ഷോ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് കൊടുക്കാം. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ ജോബ്സ് പോസ്റ്റിംഗ് ബൈ ഇയേഴ്സ് ആൻഡ് ജോബ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാഫ് വന്നിട്ടുണ്ട്. 2024 തൊട്ടിട്ട് 2025 വരെയുള്ള നമ്പർ ഓഫ് പോസ്റ്റിംഗ് ജോബ്സിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബിസിനസ് അനലിസ്റ്റ്, സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്, ഡാറ്റ സയൻറ്റിസ്റ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ജോലികൾ എന്തൊക്കെയാണ് 2024 തൊട്ട് 2025 വരുമ്പോഴേക്കും ഉള്ള ഒരു ട്രെൻഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എക്സിൽ എന്ത് വരണം, എക്സിൽ ഇവിടെ ഇയർ ആണ് വന്നിരിക്കുന്നത്. ഇയറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എക്സിൽ വന്നിരിക്കുന്നത്. വൈയിലാണെന്നുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് ജോബ് കൗണ്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഹ്യൂ ജോബ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബ് ടൈറ്റിൽ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ജോബ് ടൈറ്റിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വരുന്നത്. ഇനി നമ്മൾ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് വന്നിട്ടുള്ളത്. എക്സ് ലാബിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയർന്ന് എഴുതി കൊടുത്തു, വൈ ലാബിൽ എന്താണെന്ന് എഴുതി കൊടുത്തു, ഷോ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഈ ഗ്രാഫ് വരും. അപ്പോൾ ഈ ഒരു ട്രെൻഡിങ് ആണ് ഇപ്പോൾ ജോബ്സിനുള്ളത് 2024 തൊട്ടിട്ട് 2025 വരെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കറണ്ട് ജോബ് ട്രെൻഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഡാറ്റ അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ പ്രൊജക്റ്റാണ് ചെയ്ത് നോക്കിയത്. ഇത് നമ്മളൊരു എക്സാമ്പിളിന് വേണ്ടി എടുത്തിട്ടുള്ള ഡാറ്റ സെറ്റാണ്. നിങ്ങൾക്ക് പല ടൈപ്പ് ഡാറ്റ സെറ്റ് എടുത്തിട്ട് പല രീതിയിൽ ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ചെയ്ത പ്രൊജക്റ്റിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.